ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വളരെ കാലം മുന്നേ രണ്ടോ മൂന്നോ തവണ ഞാൻ ഈ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടാവും. അന്നൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ഇപ്പോൾ ഈ ടോപ്പിക്ക് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം വെറും അട്രാക്ഷൻ മാത്രമാണോ, അതോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവരുടെ സൈഡിൽ നിന്നും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, ആ പാർട്ട്ണറുടെ സ്നേഹം എത്രത്തോളം സിൻസിയർ ആണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മെഡിറ്റേഷൻ ടിപ്പായിട്ട് വളരെ കുറച്ച് സമയം, ചിലപ്പോൾ ഒരു 15 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. അത് വരെ കണ്ടിട്ട് വരിക. ഓക്കെ, ഓക്കെ. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം വെറും അട്രാക്ഷൻ മാത്രമാണോ, അതോ ആത്മാർത്ഥതയുള്ള ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു സ്നേഹമാണോ അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ നോക്കുന്നത് ഈ കാർഡ്സൊക്കെ നിങ്ങളൊന്ന് ഭയങ്കരമായിട്ടൊന്ന് കണ്ണോടിക്കുക, നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ ഒരു മെഡിറ്റേഷൻ എനർജിയിലിരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് പല കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പല കാര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ തമ്മിൽ സ്യൂട്ടാവാത്ത ഒരു പ്രശ്നം, പല കാര്യങ്ങളുടെയും പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതും മാറി നിൽക്കേണ്ടതുമായിട്ടുള്ള സിറ്റുവേഷൻ, ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ വ്യത്യാസം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ റെസ്പോണ്ടിങ്സ് ഇസ് ടു ഹൈ. നിങ്ങൾ പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നത് അത് കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ ചിന്തിച്ച് പെരുമാറുക. എന്ത് കാര്യം നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ച് വേണം പെരുമാറാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പല സ്വരച്ചേർച്ചകൾ ഇതിൻ്റെ ഇടയിൽ വന്നു പോകാം എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പല ഇമോഷൻസിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഹാപ്പി ആയിക്കോട്ടെ, സാഡ് ആയിക്കോട്ടെ, ആംഗ്രി ആയിക്കോട്ടെ, അതൊക്കെ ഇമോഷൻസാണ് മനുഷ്യരുടെ. അതിൽ പല ഇമോഷൻസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആകുമ്പം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ടൈം അവർ പ്രതികരിക്കുന്നു. ആ സമയത്ത് അവരത് പ്രതികരിക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങേയറ്റമായിരിക്കാം, അല്ലെങ്കിൽ ലോ ലെവലായിരിക്കാം. ചിലപ്പോൾ അവരത് കേട്ട് നിന്നോന്ന് വരും, ചിലപ്പോൾ അവർ കേട്ട് നിൽക്കില്ല, പ്രതികരിക്കും. അതിൻ്റെ പേരിൽ ഗ്യാപ്പാവും, ബ്ലോക്ക്ഡ് ആവും, ലോക്കാവും,
ഫോണിങ് ഉണ്ടാവില്ല, നോ കോണ്ടാക്ട് ഐ കോണ്ടാക്റ്റ് പോലും ആയിട്ട് പല നാളുകളായിട്ടുണ്ടാവാം. മനസ്സിലായോ? ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുള്ളത് ട്വിൻ ഫ്ലെയിം ജേണി കൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ മറ്റു ടാരറ്റ് റീഡേഴ്സ് പറയുന്ന പോലെ ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് നിങ്ങളെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡായിരിക്കും. എല്ലാ ട്വിൻ ഫ്ലെയിം ജേണിയും വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒന്നല്ല, കുറച്ച് ഹാർഡൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കല്ലും മുള്ളും ചവിട്ടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഓരോ എത്തുന്ന സിറ്റുവേഷനാണ് പിന്നെ നിങ്ങളുടെ ലൈഫിനെ മനോഹരമാക്കുന്നത്. ആൻഡ് അല്ലാത്ത ഒരു വശം നിർത്തി നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഫസ്റ്റ് ഒരു രസത്തിന് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് വളരെ വേഗത്തിൽ അത് നിങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളില്ലാതെ അവർക്ക് മറ്റൊരു ലൈഫില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് കുറയ്ക്കുക. പരസ്പരം നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് കുറയ്ക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് ആർഗ്യുമെൻറ്റ് നടത്തുന്നുണ്ട്, വാഗ്വാദങ്ങൾ, അത് നിങ്ങളുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ ആർഗ്യുമെൻറ്റ് നയിക്കുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെയാണ്. ഈ രീതിയിൽ നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നാളും കൂടി പോവുകയാണെങ്കിൽ ദാറ്റ്സ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ. ഓൾറെഡി കുറച്ച് പേര് ബ്രേക്കപ്പിലായിട്ടുണ്ടാവാം, അതല്ലാത്തവർ നേരെ ബ്രേക്കപ്പിലേക്കാണ് പോകുന്നത്. കീപ് കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ചക്രാസ് ഈസ് നോട്ട് ഗുഡ് അറ്റ് ദിസ് ടൈം. നിങ്ങളുടെ ചക്രാസ് അത്ര ബെറ്റർ ഒന്നുമല്ല ഈ ഒരു സമയത്ത്. സോ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് കോംപ്രമൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള കോംപ്രമൈസിങ്, പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനുള്ള, ഇപ്പോൾ അദ്ദേഹത്തിന് വിട്ട് തരാനൊരു താല്പര്യമില്ല, നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമെങ്കിൽ ആൾ വിട്ടുകൊടുക്കുക. ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്തെങ്കിൽ, ഇപ്പം ഞാൻ ഇത് പ്രണയബന്ധം ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയാൽ എങ്ങനെ എന്തൊക്കെ എഫക്റ്റ് ആണെന്നുള്ളത് നമ്മുടെ 3 ചാനലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിലേതോ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 ചാനൽ സബ് ചെയ്ത് വയ്ക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഈ പ്രണയം നിങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് പോയാൽ ഏത് വഴിക്കൊക്കെ പോകും എന്നുള്ളതിൻ്റെ പല സാധ്യതകളും ഞാൻ അവിടെ വിസ്തരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് അതും കൂടെ കണ്ടിട്ട് വരും. നിങ്ങൾക്ക് ഭയങ്കര സ്യൂട്ടായിരിക്കും അത് കാണാൻ, നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. സോ നിങ്ങളതും കൂടി പോയി കാണുക. നമ്മുടെ 3 ചാനലിൽ ഒന്നിലുണ്ട്, ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് കോംപ്രമൈസിങ് പവർ ഭയങ്കര കുറവാണ്. നിങ്ങളാരും വിട്ടുകൊടുക്കില്ല. രണ്ടുപേരും ഭയങ്കരമായിട്ട് എന്നോടോ നിന്നോടോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്കിടയിൽ ഈ കോംപ്രമൈസിങ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ആൻഡ് മെയിനായിട്ടില്ലാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ പഠിക്കുക. അറ്റ് ദാറ്റ് ടൈമാണ് അനദർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവാണ്. ഇതൊക്കെ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നയിക്കാൻ പോവാണ്. ഇൻട്രാക്ഷൻസ് കുറവാണ്, ആൻഡ് ഫിസിക്കൽ കോണ്ടാക്റ്റ് കുറവാണ്, ഐ കോണ്ടാക്റ്റ് കുറവാണ്, ഒന്നുമില്ല. സോ നിങ്ങൾ സ്റ്റക്ക്ഡാണ്. മുഖത്തോട് നോക്കാൻ പാടില്ല, നോക്കാൻ സമയമില്ല. നിങ്ങളെപ്പറ്റി ഒത്തിരി കംപ്ലയിൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് ഒത്തിരി കുറ്റങ്ങൾ നിങ്ങൾ രണ്ടുപേരും പറയും. ഒരാളല്ല, രണ്ടുപേരും പറയും. കാരണം നിങ്ങൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നത്. കാരണം കോംപ്രമൈസിങ് ഇല്ല. റിലേഷൻഷിപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നിങ്ങളപ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. അതാണ് നിങ്ങൾ ആ വീഡിയോ കാണണമെന്ന് പറയുന്നത്. മറക്കാതെ കണ്ടോളാം. ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്യാൻ നോക്കാം. മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ 3 ചാനലും എടുത്ത് നോക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇന്നലെയോ മിഞ്ഞാന്നും ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ ഡേറ്റിൽ നോക്കിയാൽ കാണാം. എന്നാൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ മറ്റ് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ മറ്റാളുകളിൽ മറ്റു മനുഷ്യന്മാർ തോന്നുന്ന പോലെ ഒരു അട്രാക്ഷൻ്റെ ബേസിലൊന്നല്ല നിങ്ങളെ അവർ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്.
വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണ്. മറ്റൊന്നും മോഹിച്ചിട്ടുള്ള, നിങ്ങളുടെ മറ്റൊരു കാര്യം മോഹിച്ചിട്ടുള്ള, ഫിനാൻഷോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗി കണ്ടിട്ട് കൂപ്പുകുത്തി വീണിട്ടുള്ളതോ അങ്ങനെയൊന്നുമല്ല. വളരെ സിൻസിയറായിട്ട് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നോ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. സോ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് കീപ്പ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ഈ ലോകം തന്നെ മാതൃകയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വീഡിയോ കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. സോ നിങ്ങൾ പിന്നീട് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടല്ല എന്നുള്ള രീതിയിൽ ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കുക നല്ലത്. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക. ഇത് വിചാരിച്ചിട്ട് അവരെ പുല്ലുവില പോലെ കൽപ്പിക്കരുത്. ഒക്കെ കേൾക്കുക, എന്നിട്ട് ഒറ്റ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നിങ്ങളുടെ ലൈഫ് വളരെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. ഇന്ന ആൾക്ക് 2 ലൈഫ്, ഇന്ന ആൾക്ക് 3 ലൈഫ്, അങ്ങനെ ദൈവം കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഉള്ള ലൈഫ് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ, റെസ്പോണ്ടിങ്സ് കുറയ്ക്കുക. മറ്റേ കോംപ്രമൈസിങ് കപ്പാസിറ്റി അതൊന്ന് കുറച്ച് കൂട്ടുക. അത് നിങ്ങളുടെ ലൈഫിൽ അത്യാവശ്യമാണ്. അത് പറഞ്ഞത് മറ്റേ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കുന്നത് വളരെയധികം ഇതാണ്. കാരണം എനിക്ക് അവരുടെ ഫീലിങ്സ് അറിയാൻ. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും അഡ്മയർ ചെയ്ത് ആരാധിച്ച് സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവുമ്പം ഞാൻ ഇങ്ങനെയുള്ള ഒരാളെയാണോ സ്നേഹിച്ചത് എന്നുള്ളൊരു ധാരണ വരെ അവർക്ക് വരുന്നു. നിങ്ങളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ധാരണകൾ മാറ്റി എഴുതുന്ന ഒരു തരത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളെ സ്നേഹിക്കുന്നത് വളരെ സിൻസിയറായിട്ട് തന്നെയാണ്. നിങ്ങളെ ഫൗണ്ടേഷനാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവരോരോ കാര്യങ്ങളും മുകളിലേക്ക് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നതും. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതിനുവേണ്ടി അവരൊരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെയും പേര് രേഖപ്പെടുത്തുക. പ്രയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.